ഇനി നമുക്കില്ലരാവും നിലാവും നിറവു ചാലിച്ചോരോ മൽകിനാവും പിടയുമോർമതൻ ദൂരതീരങ്ങളിൽ മറവി കൊത്തി കുറിച്ചോരു വാക്കു ഞാൻ. എന്റെ കവിത കേട്ടിട്ട് താങ്കൾക്ക് കരച്ചു തന്നില്ലേ? ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എന്റെ കവിത കേട്ടിട്ട് താങ്കൾക്ക് കരച്ചു തന്നില്ലേ? ഞാൻ എന്തിനു കരയണം? എന്ത് കാര്യത്തിന് കരയണം, കരയണം, എല്ലാവരും കരയണം. കരഞ്ഞു കരഞ്ഞു മരിക്കണം. അർത്ഥമില്ലാത്ത നശിച്ച ജീവിതം കരയാൻ മാത്രം. വേഗത്തിലാടുന്ന പ്രാണനെ ചുടലഭൂതങ്ങളാക്കുന്ന രാവിനെ കരളുവേവിച്ച കണ്ണുനീരുപ്പിനെ കരളു കൊത്തി പറിച്ച വിശപ്പിനെ ഒക്കെയും മറന്നൊന്നു പാടട്ടെ ഞാൻ ഈയൊരൊറ്റ നിമിഷത്തിലെങ്കിലും. സുശീല, ആ പോയതാരാണെന്നറിയാമോ? പ്രശസ്ത കവി വിശ്വൻ കലാലയ. എന്തു ചെയ്യാം, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ചരട് എവിടെയോ മുറിഞ്ഞുപോയി. എന്റെ പൊന്നു സാറേ, ഒരാൾ വന്ന് എന്നെ പേടിപ്പിച്ചു, ഒരാൾ വന്ന് എന്നെ കരയിപ്പിച്ചു. എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ലേ? സുശീല, ഞാൻ തനിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. തനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട്. ബംഗാളിയാണവൻ, പേര് ബുഹാരി. ഇവിടുത്തെ രോഗിയായിരുന്നു. ഇപ്പൊ രോഗം ഏതാണ്ടൊക്കെ മാറിയിട്ടുണ്ട്. മലയാളം നന്നായി സംസാരിക്കും. ഞാൻ പരിചയപ്പെടുത്തി തരാം. ബുഹാരി, ജനാവോ. ബുഹാരി, ഇതാണ് നിന്റെ പുതിയ ആശാൻ. അടുക്കളയിൽ നീ ഇയാളെ സഹായിക്കണം. ആസാനെ, എന്നെ അനുസരിച്ച അനുസരിക്കണ 500 ഉണ്ടായാ മതി. ഇതെന്താണത്? പാൻപരാഗ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഗുരുദക്ഷിണയായിട്ട് പാൻപരാഗ ഉണ്ടെന്ന്. കൊണ്ടുപോടാ. ഹാൻസ് ആണെങ്കിൽ പിന്നെ തയ്ക്കായിരുന്നു. നിനക്കുള്ളത് ഞാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. തൽക്കാലം നീ ചെല്ലേ. ഈ ആഴ്ചയിലേക്കുള്ള പച്ചക്കറി താഴെ എത്തിയിട്ടുണ്ട്. സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് എത്തിക്കാം. താൻ ഉടൻ തന്നെ പോയി അടുക്കളയിൽ ചാർജ് എടുത്തോളൂ. ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് ആയില്ല. 3 ഭ്രാന്തന്മാര്. ഒരു ബംഗാളി ഭ്രാന്തൻ, ഒരു ഗുണ്ടാ ഭ്രാന്തൻ, ഒരു കവിതാ ഭ്രാന്തൻ. അടുത്തത് ആരാണാവോ? എന്റെ ദൈവം. തനിക്ക് കുളിയും തേവാരൊന്നും നിശ്ചയില്ലാന്നുണ്ടോ? കുളിയില്ല തിരുമേനി, പക്ഷെ തേവാരം ഉണ്ട്. ശിവ ശിവ, താൻ കുളിക്കാതെയാണോ ഭക്ഷണം പാചകം ചെയ്യണത്? സത്യമായിട്ടും കുളിച്ചാ തിരുമേനി? എന്ന് എത്ര ദിവസമായി? സത്യം പറയാ. 2
വഷളൻ, നുണ പറയരുത്. സത്യം പറഞ്ഞാൽ 7 അല്ലെങ്കിൽ 10. വിഡ്ഢി, ഒരു മനുഷ്യൻ 10 മിനിറ്റ് ഇടവിട്ട് കുളിക്കണം, എന്നാലേ ശരീരവും ആത്മാവും ശുദ്ധാവും. 10 മിനിറ്റ് ഇടവിട്ട് കുളിക്കോ? അങ്ങനെയാണെങ്കിൽ തിരുമേനി ആ കുളത്തിൽ അങ്ങോട്ട് കിടന്നാ പോരെ? ആരോഗ്യം വേണച്ചാ എന്റെ കൂടെ വരിക. പിറകില് കുളമുണ്ട്, നമുക്ക് ഒരുമിച്ചാവാൻ നീരാട്ടെ. വരിക. എന്നെ ഞാൻ കുളിച്ചതാ. ഒന്ന് വീട്. ഓ, അങ്ങനെ പൊക്കോളാ. ശുംഭൻ, 10 മിനിറ്റ് ഇടവിട്ട് കുളിക്കാൻ മറക്കരുത്. മ്ലേച്ഛൻ. അപ്പോ ഇതുവരെ വെറും 4 എണ്ണേ പോയിട്ടുള്ളൂ. ഇനി കിളി പോയ 36 വരാനുണ്ട്. അപ്പോ ഗുണശീലനും 40 ഭ്രാന്തന്മാരും. ഞാനൊരു കളി കളിക്കും, ഒരു ഭ്രാന്തൻ കളി. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ആ ഗുണശീലനോ? ഞാൻ ഗുണശീലനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഗുണശീലൻ ഇവിടുത്തെ രോഗികളെ വല്ലാതെ പരിഹസിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ രോഗികളെ ഇങ്ങനെ പരിഹസിക്കരുതെന്ന്? എനിക്കറിയാം കൊച്ചേ, ഞാൻ അവരെ പരിഹസിച്ചൊന്നല്ല. അവരോട് ഓരോരോ തമാശകൾ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്നതാണ്. നാളെ ഏത് മനുഷ്യനും ഒരു രോഗിയായി മാറിയേക്കാം, അത് നിങ്ങൾ മറക്കരുത്. അറിയാം, വലിയ വലിയ ആശുപത്രികളിൽ വലിയ ശമ്പളത്തിന് ജോലി എടുക്കേണ്ട ആളാണെന്നും സ്വന്തം അച്ഛനെ ശുശ്രൂഷിക്കാനാണ് ഇവിടെ നിൽക്കുന്നതെന്നും എനിക്കറിയാം. കൊച്ചിന്റെ വലിയ മനസ്സ് എനിക്കറിയാം. ശരി ശരി ശരി, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയുള്ള രോഗികളെ ഇങ്ങനെ പരിഹസിക്കരുത്. എൻ്റെ അച്ഛനും ഇവിടുത്തെ ഒരു പേഷ്യൻ്റ് ആണ്, അതൊട്ടും മറക്കരുത്. രോഗികളോടെല്ലാം വളരെ സ്നേഹത്തോടെയും സൗമ്യമായും വേണം സംസാരിക്കാനായിട്ട്. ഞാൻ ആ 37-ാം നമ്പർ റൂമിലേക്ക് ചെല്ലട്ടെ. അവിടെ പവൻകുമാർ ഭയങ്കര ബഹളമാണ്. ചെല്ലട്ടെ. അപ്പോ ഇനി മുതൽ സൗമ്യമായി സംസാരിക്കണം, എങ്കിലേ എന്റെ ലക്ഷ്യം നിറവേറ്റാൻ പറ്റൂ. പൊന്നോല വെട്ടി പൂപ്പന്ത് കെട്ടി പണ്ടി മാറിയിലെ റിഞ്ച് കള്ളിച്ചോറ് പന്തു കളിക്കാരാ. പന്തു കളിക്കാരാ? പന്തു വേണോ? ഒരു പന്തു വേണോ? പന്തു വേണോ? ഒരു പന്തു വേണോ? ഈ മണ്ണനയാറുമ വന്നേ പോയോ. കള്ളിയങ്കാട്ടിൽ ഒളിച്ച് കളിച്ചത് മടവന്ന നേരത്തെ പുറമെ പിടിച്ചത് മറന്നു പോയോ. വന്നെങ്കിൽ ഒന്ന് വന്നെങ്കിൽ കൈകളിൽ കോരിയെടുത്തുകൊണ്ടു ഞാൻ അട്ടും ഞാൻ ഒന്നു ഞാൻ അട്ടും ഞാൻ. അല്ല ശിവറാം സാറേ, ഇത് പാട്ടാണോ സംഗീതമാണോ അതോ മുദ്രാവാക്യമാണോ? ഇത് ശുദ്ധമായ സാഹിത്യമാണ് ഗുണശീല. ശുദ്ധമായ സാഹിത്യത്തെ നമ്മൾ സംഗീതം കൊണ്ട് നികൃതമാക്കരുത്. അതെനിക്കിഷ്ടമാണ്. ഏതായാലും നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഇതുപോലത്തെ വേറെ വല്ലതും ഉണ്ടോ കയ്യില്? എന്നാ പോരട്ടെ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്തരാട രാത്രിയിൽ പോയിരുന്നു. ആര്? ഞാൻ പോയിരുന്നു. വെരി നൈസ്. കാഞ്ചനക്കസവുള്ള പൂജേനയെടുത്തവർ നെഞ്ചയും അമ്പുമായി വന്നിരുന്നു. അതാരായിരുന്നു? എന്റെ ഭാര്യ. വെരി വെരി നൈസ്. ഉടമാളൂർ സൈരന്ദ്രിയായി, മാങ്കുളം മൃഗന്തളയായി, ഹരിപ്പാട് രാമകൃഷ്ണൻ വലനായി. എന്റെ പൊന്നു സാറേ, എന്തിനാ ഈ ഹരിപ്പാട്ടേക്കൊക്കെ പോയേ? ആവശ്യത്തിൽ കൂടുതൽ രാമകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഇവിടെ ഉണ്ടല്ലോ. ദുര്യോധന വേഷമെടുത്തു. ഒരു ചെങ്ങന്നൂര് വന്നു. വാരണാസിലൻ ചെണ്ട ഉണർന്നുയർന്നു.
അൺസൈക്കബിൾ അൺസൈക്കബിൾ. ഏതായാലും സാറ് സംഗീത ലോകത്തെ മഹാ അത്ഭുതം തന്നെ. അതെ, ഒരു സെൽഫി എടുക്കുന്നതിന് വല്ല വിരോധമുണ്ടോ? ആയിക്കോട്ടെ, എടുത്തോളൂ. ഒരു മിനിറ്റ് എന്താണ്? ഇവിടെ എടുക്കട്ടെ. ആ, എടുത്തോളൂ. ഓക്കെ. ലഭ്യന്മാരെ, നിങ്ങൾ കുളിച്ചോ? 10 മിനിറ്റ് ഇടവിട്ട് കുളിക്കാൻ മറക്കരുത്. ആ, തിരുമേനി പാട്ട് കേട്ട് കുളിച്ചിട്ടുണ്ടോ? ഇല്ല, തരപ്പെട്ടിട്ടില്ല. എന്നാലേ ഈ മാഷ് പാട്ട് പാടി കുളിപ്പിച്ചു തരും. അങ്ങനെ ഒരു സൂത്രം കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. ആയിക്കോട്ടെ. കുളിക്കുമ്പോൾ ഒളിച്ച് ഞാൻ കണ്ടു. മ്ലേച്ഛത്തിനെ പാടും. നല്ലത് പാടുക. ഒരു കാര്യം ചെയ്യാം, തിരുമേനി എന്റെ കൂടെ വരിക. വരിക. നമുക്ക് കുളിക്കുമ്പോൾ ഒളിച്ച് അങ്ങനെ കാണാം. വരിക. അങ്ങനെ കാണാം. വരിക. എന്റെ ദൈവമേ, ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ടാണ് ഈ ഭ്രാന്തം പാടിയത്. കേട്ടില്ലേ? അല്ല, ഇതാര് കുറുക്കുറേമായോ? എന്താ ഈ കഴുത്തിൽ തൂങ്ങി കിടക്കുന്നത്? കുറായ് അച്ചാ ഹേ, ഇഡ്ലി ദഹർ ഹേ, ദോശ ദഹർ ഹേ. അപ്പോ ഇഡലിയും ദോശയൊന്നും കഴിക്കാനാണ് ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് ചക്കപ്പോത്ത് പോലെ ഇരിക്കണത് അല്ലേ? കുക്കറ അച്ചാ ഹേ, കുക്കറായ് അച്ചാ ഹേ, ഇഡ്ലി ദഹർ ഹേ. ആ, മോനായിട്ട് വിഷമൊന്നും കഴിക്കണ്ട. ഏതായാലും വന്ന സ്ഥിതിക്ക് 2 കുറുക്കുറ ഇരിക്കണ്ട नहीं रहेगा. പ്ലീസ്. कुरकुरा अच्छा है, इडली दहर है. സ്നേഹമില്ലാത്ത ഭ്രാന്തൻ. നീ എവിടെയെങ്കിലും പോയി തൊലിയേ. നിന്റെ മാലിന്യാമം നീക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിരിക്കുന്നു. മലയാളി കുഞ്ഞാടെ, നിന്റെ പാപങ്ങളെല്ലാം കഴുകി നിന്നെ ഞാൻ നല്ലവനാക്കട്ടെ. വേണ്ട സഹോദര, നീ പാപങ്ങൾക്ക് പകരം അടുക്കളയിൽ വന്ന ആ പാത്രങ്ങൾ കഴുകി തന്നാ മതിയായിരുന്നു. പരിഹസിതേ സഹോദര, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അത് കേട്ടതുകൊണ്ട് എനിക്ക് എന്ത് ഗുണം കുഞ്ഞാടേ? കഷ്ടം. നിന്റെ തെറ്റുകളെ പറ്റി ഞാൻ ആലോചിക്കുക. നിന്റെ പാപങ്ങൾ മറന്നിരിക്കുന്നു. ആമേൻ. എന്നാൽ ഇന്ന് മുതൽ ഞാൻ കൂടുതൽ കൂടുതൽ പാപം ചെയ്യാം കുഞ്ഞാടേ. ആയിക്കോട്ടെ സഹോദര. പാപം ചെയ്യുന്നതിൽ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ മറക്കരുതേ. പ്രാർത്ഥിക്കും. എനിക്ക് വിശക്കുന്നുണ്ട്. ആ, വിശക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ പോരെ കുഞ്ഞാടേ? പ്രാർത്ഥിച്ചാൽ മതി സഹോദര. പ്രാർത്ഥനയോടൊപ്പം ഭക്ഷണവും വേണം. പിന്നെ രാവിലത്തെ ഇഡ്ഡലിയുടെ ദോശയുടെ എന്തെങ്കിലും ബാലൻസ് വല്ല ഇരിപ്പുണ്ടാവോ? 2 മിനിറ്റ് കുഞ്ഞാടേ. പക്ഷേ ചമ്മന്തി അല്പം വെളിച്ചതാണെന്നേ ഉള്ളൂ. അടുക്കളയിൽ ചെന്ന് നീ അണ്ണാക്കിലേക്ക് തള്ളിയാലോ? നീതിമാന്മാർ വേണ്ടോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരോ വിശന്നവർ